ആർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് പിടിച്ചിട്ടുള്ള ജീവികളൊക്കെ. അപ്പോൾ നമ്മളൊരു ആർജൻറ്റീസിനെയും കൂടി പിടിച്ചിട്ടുണ്ട്. 156 ലെവലൊന്നും ഉണ്ടായിരുന്നില്ല, ഇത് ലോ ലെവലായിരുന്നു. നമ്മളെ ഈ ബേസിൻ്റെ കുറച്ച് അടുത്തായിട്ട് ഉണ്ടായിരുന്നിരുന്നു. അപ്പോൾ ഞാനതിനെ പിടിച്ച് പിന്നെ ലെവലപ്പ് ചെയ്താണ്. 156 ലെവലും 3000 അടുത്തൊക്കെ ഞാൻ ആക്കിയതാണ്. പിന്നെ അത് ലോ ലെവലായതുകൊണ്ട് തന്നെ 2 നാർക്കോട്ടിക്കാരോ വെച്ചപ്പോൾ തന്നെ അത് നോക്കായി. പിന്നെ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടില്ല. അപ്പോൾ ഞാൻ വേറൊരു സംഭവം കാണിച്ചത്. ഇത് എങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു സാധനമുണ്ട്, ഈ സ്കെൽട്ടൺ കണ്ടോ, ഇത് സ്റ്റെഗോൻ്റെ കേട്ടോ. ഈ സ്കെൽട്ടൺ കൊണ്ടുപോയിട്ട് നമ്മൾ സ്റ്റെഗോൻ്റെ മേത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സ്റ്റെഗോ അസ്ഥികൂടാവും. സംഭവം കൊള്ളാട്ടോ. ഇത് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് കാണാൻ നല്ല രസമുണ്ട്. സ്റ്റെഗോ സ്കെൽട്ടനായിട്ടില്ലേ, നല്ല രസമുണ്ട് ഈ സംഭവം കാണാം. ഞാനിങ്ങനെ കണ്ടിരുന്നു ഇതിലിങ്ങനെ അസ്ഥികൂടത്തിൻ്റെയൊക്കെ ജീവികൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ കരുതിയത് ഇതിറ്റകളെ വേറെ നമ്മൾ ടൈം ചെയ്താണ്. അപ്പോൾ ഇത് സ്കിന്നാട്ടോ ഇതിൻ്റെ. ഇതെങ്ങനെ കിട്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും കിടക്കട്ടെ. സ്റ്റെഗോ അപ്പോൾ നമ്മൾ നമ്മളെ ബേസ് പുതുക്കി പണിയാലൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് സ്റ്റോണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളൊരു ഡൊഡിക്കുറസിനെ പിടിക്കാനുള്ള പരിപാടി ഉണ്ട്. നമുക്ക് പോയി വെക്കാം. ഞാൻ ആ റെക്സിനെ ടൈം ചെയ്ത ആ ഭാഗത്തായിട്ടാണ് ഉണ്ടായിരുന്നത്. കുറേ ഡൊഡിക്കുറസ് ഉണ്ടായിരുന്നു ആ ഏരിയ കൂടി. ഡൊഡിക്കുറസിനെ പിടിച്ചാൽ പിന്നെ കല്ല് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് ഫാം ചെയ്യാൻ പറ്റും അതിനെ വെച്ചിട്ട്. അപ്പോൾ നല്ല ലെവൽ വേണമെന്നൊന്നുമില്ല, ലോ ലെവലിനെ പിടിച്ചാലും മതി. നമുക്ക് ഈ ഏരിയയിൽ ഉണ്ടായിരുന്നു. ഞാൻ ആ റെക്സിനെ പിടിച്ചപ്പോൾ ഈ ഏരിയ കൂടി കുറേ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി റെക്സിനെയും കൂടി പിടിക്കാനൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഒരു സ്റ്റോണിൻ്റെ ട്രാപ്പും കൂടി സെറ്റാക്കണം. ബാക്കിയൊക്കെ എൻ്റെ അടുത്ത് സെറ്റാണ്. നാർക്കോട്ടിക്കാരും ഒക്കെ സെറ്റാണ്. നമ്മുടെ അടുത്ത് ഇനി സ്റ്റോണിൻ്റെ ഒരു ട്രാപ്പും കൂടി സെറ്റാക്കാനുള്ള പരിപാടി. അപ്പോൾ ഇത് കൂടി ഉണ്ടായിരുന്നു കുറേ എണ്ണം. അത് ഡൊഡിക്കുറസ് അത് അവിടെ ഫൈറ്റ് ചെയ്യണം. അത് മിക്കവാറും ചാവുന്ന തോന്നുന്നു. എവിടെ അതവിടെ ഒരു 29 ലെവലൊക്കെ കേട്ടോ. ഇതിപ്പോൾ ചാവുന്ന തോന്നുന്നു. അല്ല, അതിന് 1000 ഹെൽത്തൊക്കെ ഉണ്ട്. എല്ലാത്തിനെയും കൊന്നു. നമുക്ക് ഇതിനെ പിടിക്കാം. എല്ലാത്തിനെയും കൊന്നു. അപ്പോൾ അതിനെ തൂക്കാം നമുക്ക് ആദ്യം പോയിട്ട്. കിട്ടിയില്ലേ? അപ്പോൾ കിട്ടി. അപ്പോൾ വന്നപ്പോൾ കണ്ടായിരുന്നു എവിടെയാ സാധനം. അങ്ങനെ കാണാൻ സ്റ്റെഗോൻ്റെ മാതിരി ഉണ്ടേനും. എന്നാൽ അത് സ്റ്റെഗോ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്റ്റെഗോൻ്റെ കുട്ടിയാണ്. കുട്ടികളൊക്കെ വരൽ തുടങ്ങി ഇതിൽ. നമ്മളെ ആർക്കിൻ്റെ PC വേർഷനിലൊക്കെ ഉണ്ടായിരുന്നു കുട്ടികളൊക്കെ. ഇത് അങ്ങനെ ഞാൻ ഇതിനെ നോക്കിയപ്പോൾ അതോ സ്റ്റെഗോ സ്റ്റെഗോ എന്ന് അറിയുന്നത് ഡൊഡിക്കുറസ് ഇല്ല. ഇതിനെ കാണാൻ നല്ല രസമുണ്ട്. ഇതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണെന്നാവോ. ഇത് ജീവിയാണെങ്കിൽ സ്റ്റെഗോൻ്റെ കുട്ടിയാണെന്ന് അറിഞ്ഞൂടെ. പേരൊക്കെ വേറെയാണ്. ഒന്നായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് ഒന്നിനെ ഞാൻ കണ്ടത് ഇവിടെ. വേറെ ഉണ്ടോയെന്ന് അറിഞ്ഞൂടാ കേട്ടോ. കാണാൻ നല്ല രസമുണ്ട് സാധനം, ചുവപ്പ് കളറൊക്കെ ആയിട്ട്. ഇത് അഗ്രസീവാട്ടോ സാധനം. അപ്പോൾ ഇത് വേറെ എന്തെങ്കിലും ജീവിയാവും. എനിക്ക് തോന്നണത് വേറെ ജീവിയാന്ന് തോന്നണേ. നമുക്ക് എന്തായാലും ഇതിനെ കൊണ്ടുപോയി ടൈം ചെയ്യാം. അതവിടെ ഇരുന്നോട്ടെ. പിന്നെ നമ്മൾ ആർജൻറ്റീവ്സ് കുറച്ച് പവർഫുൾ ആട്ടോ. നമ്മൾ 3000 ഹെൽത്തും അതേമാതിരി 1000 സ്റ്റാമിനയും 1000 സ്റ്റോറേജും ഒക്കെ ഉണ്ട്. സെറ്റ് തന്നെ. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇതിനെ ലെവലപ്പ് ചെയ്യുന്നു. കണ്ടവിടത്ത് കൂടിയൊക്കെ പോയിട്ട് മറ്റേ ആ ബോക്സ് തുറന്ന് അവിടെ ഇട്ട പേജറാണ്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മറ്റേ റെഡ് വുഡിലുണ്ടല്ലോ ഒരു സാധനം, എന്താണ് തൈലക്കോളെ എന്തൊരു സാധനം ഉണ്ടല്ലോ, അതിനെ പിടിക്കാൻ വേണ്ടി പോയപ്പോഴാണ് ടെക്റെക്സിനെ കണ്ടത്. അപ്പോൾ അതിനെ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ടെക്കിനെ കാണാൻ നല്ല രസമാട്ടോ. അപ്പോൾ അതിനെ കണ്ടപ്പോൾ അതിനെ ടൈം ചെയ്യാൻ വെച്ചു. ഡോഡിക്കുറസിനെ നമ്മളെ ബേസിൽ കൂടെ ഇട്ട് കുളിഞ്ഞ് ഇതിന് ടൈം ചെയ്യണം. അപ്പോൾ അതാണ് ഇനിയുള്ള പരിപാടി. ആരും വന്ന് അറ്റാക്ക് ചെയ്യാമായിരുന്നു. ചിലപ്പോൾ ഇവരൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യും. പിന്നെ ഇതിന് സ്പീഡ് കുറവായതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമല്ല, നമുക്ക് ഇങ്ങനെ ടൈം ചെയ്യാം. ഓക്കെ, നോക്കായി. എനിക്കിനി ബെറി വേണം. ഇതിനെ കാണാൻ ഒരു സ്കെൽട്ടനായിട്ട്.
മെജോബർ എടുത്തുക്കണു. മെജോബർ വെച്ചിട്ട് എയിം ചെയ്യട്ടിനി. അപ്പോൾ ഗായ്സ് ഡോഡിക്കോസ് ടൈം ആയിക്കണു. ഇനി ഇതിനൊരു സാഡിൽ സെറ്റാക്കണം. സാഡിൽ സ്മിത്തിയിലുള്ള ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുമോ തോന്നുന്നുണ്ട്. അല്ലേ, സ്മിത്തി തന്നെ തോന്നുന്നുണ്ട് ക്രാഫ്റ്റ് ചെയ്യാൻ കഴിയുക. ക്രാഫ്റ്റിംഗ് സ്മിത്തി തന്നെയാണ്, ഇതിലൊന്നും കാണാനില്ല. അപ്പോൾ സ്മിത്തി സാഡിൽ ഏതാ അതന്നെ ഡോഡിക്കോസ്. സ്റ്റോണിൻ്റെ കുറവുണ്ട്, 15 സ്റ്റോൺ വേണം. സ്റ്റോണിപ്പോൾ നമ്മുടെ സ്റ്റെഗോൻ്റെ മേത്തുണ്ട് എന്നാണ് തോന്നുന്നത്. യെസ്, സ്റ്റെഗോൻ്റെ മേത്തുണ്ട്. ഇപ്പോൾ 100 സ്റ്റോൺ ഉണ്ട്, ഇത് മതിയാവും. 15 ആവശ്യമുള്ളൂ. ഇപ്പോൾ സാഡിൽ ഓക്കെ, 6 സാഡിൽ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ, പക്ഷെ ഒന്നിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ സാഡിൽ സെറ്റ് ആയിക്കണോ. ഇനി നമുക്ക് കല്ല് ഹാർവെസ്റ്റ് ചെയ്യണം. എന്നിട്ടൊരു ട്രാപ്പ് സെറ്റാക്കണം. ട്രാപ്പ് സെറ്റാക്കാൻ നമുക്ക് വേണ്ടത് ഡൈനോ ഗേറ്റ് വേ ഉണ്ട്. ഡൈനോ ഗേറ്റ് വേ അതാണ് വേണ്ടത് സ്റ്റോണിൻ്റെ. അതെവിടെ നോക്കിയിട്ട് ആദ്യം ഡൈനോസർ ഗേറ്റ് വേ സ്റ്റോൺ ഇതാണ് വേണ്ടത്. ഇതിനെ തോന്നുന്നുണ്ട് കേട്ടോ ട്രാപ്പൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യണത്. ഇതിനല്ല അത്, ഇതിൻ്റെ വലുതുണ്ട്. ഇനി ഇതിൻ്റെ വലുതില്ല തോന്നുന്നുണ്ട്. ഇതന്നെയാണ്, അതന്നെയാണ് കാലം. അപ്പം ഇനി അതുണ്ടാക്കണം. അത് നമുക്ക് സ്മിത്തിയിലുണ്ടാക്കാൻ കഴിയുകയെന്ന് തോന്നണത്. അല്ലല്ല, നമുക്ക് സ്മിത്ത് ഇല്ലാതെ ക്രാഫ്റ്റ് ചെയ്യാൻ കഴിയും. പിന്നെയാണ് പരിപാടി. 250 സ്റ്റോൺ വേണം. ബാക്കിയെല്ലാമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, സ്റ്റോൺ മാത്രം മതി. ഒരു 4 ആവശ്യമുള്ളൂ. അപ്പോൾ അയ്യോ, സാഡിൽ എടുക്കാൻ മറന്നു. അപ്പോൾ സാഡിൽ എടുക്കട്ടെ. സാഡിൽ എടുത്താൽ ഞാൻ ഇതിന്ന് ഇല്ല, സാഡിലുണ്ട്. സാഡിൽ ഇടുക, സ്റ്റോണ് ഫാം ചെയ്യാൻ പോവുക, അതന്നെ പരിപാടി. ഇനി സാഡിൽ വെച്ചു, ഇനി കല്ല് ഫാം ചെയ്യാൻ പോവാം. ഇതിന് 2 അറ്റാക്ക് തോന്നുന്നുണ്ട്. ഇത് നോർമൽ അറ്റാക്ക്, അതേമാതിരി അയവ ഇത് വിളിച്ചല്ലോ, ഉരുണ്ടിട്ടൊക്കെ പോവാം കേട്ടോ. പക്ഷേ സ്റ്റാമിന ഇങ്ങനെ പോകുമ്പോൾ സ്റ്റാമിന അത്യാവശ്യം കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇത് കൊള്ളാം, അങ്ങനെ ഉരുണ്ടിട്ടൊക്കെ പോകാൻ പറ്റും. ഓക്കെ, അതെന്തായാലും അടിപൊളിയായി ഉരുണ്ടിട്ട് പോകുന്നത്. 207 സ്റ്റോണൊക്കെ ഒറ്റയടിക്ക് കിട്ടും കേട്ടോ നമുക്ക്. ഒരു ഗേറ്റ് ഉണ്ടാക്കാൻ 250 സ്റ്റോണാണ്. ഇതിന് സ്റ്റോറേജ് ഭയങ്കര കുറവാണ്. സ്റ്റോറേജ് കൂട്ടാം. ഞാൻ ബാക്കിന് സ്റ്റോണ് ഫാം ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ സ്റ്റോണിൻ്റെ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് റെക്സിനെ പിടിക്കാൻ പോവാം. റെക്സ് കുറച്ച് ദൂരത്താണ്, മാപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ മാർക്ക് ചെയ്തിട്ട് പോകണം. ഈ റെഡ് കളർ കാണുന്ന ഭാഗത്താണ് റെക്സ് ഉള്ളത്. അപ്പോൾ അതുവരെ എത്തണം. ഇവിടുന്ന് നേരെ വിട്ടാൽ മതി. അതവിടെ ഉണ്ടോയെന്നാവോ. ഞാൻ എന്താണ് കുറേ നേരമായി അങ്ങോട്ട് പോയിട്ട്. ഞാൻ ഇവിടെ ഈ ഡോഡിക്കോറസിന് ഇതിനൊക്കെ ടൈം ചെയ്യാൻ വന്ന ടൈമിൽ ഞാൻ അത് ചത്തോന്നാവും. ഞാൻ അവിടുന്ന് വരുമ്പോൾ തന്നെ അതിനെ കണ്ടപ്പോൾ തന്നെ അതായി കൂടി മറ്റുള്ള ജീവികളൊക്കെ അറ്റാക്ക് ചെയ്ത് ഇറക്കിയാണ്. നൈറ്റ് ഇടുന്ന കടി വാങ്ങി ചത്തോന്നാവും. ഞാനങ്ങോട്ട് എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ദൂരെയാണ്. ഞാൻ കുറേ നേരം ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്കൊരു ചടപ്പാവും. അപ്പോൾ നമ്മൾ ലൊക്കേഷനിൽ എത്തിക്കണു. അപ്പോൾ ഇതാണ് ലൊക്കേഷൻ. ഞാൻ ടെക്രക്സിനെ കണ്ട ലൊക്കേഷൻ ഇതാണ്. ഇപ്പോൾ ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ഇവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമുണ്ട്. വെള്ളച്ചാട്ടം അതിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് ടെക്രക്സ് ഉണ്ടായത്. ഈ ഒരു ഏരിയയിലായിട്ട് കാണാമല്ലോ. നടക്കണം. ഇതാണ് സാധനം സീൻ. നോക്ക്, അപ്പോൾ അത് കൂടി എല്ലാത്തിനെയും അടിച്ച് കൊന്ന് നടക്കുകയാണ്. നമുക്ക് ട്രാപ്പ് ഇവിടെ സെറ്റ് ചെയ്യാം. അയ്യോ, അത് നമ്മളെ കണ്ട അഗ്രസീവായ പിന്നെ നമ്മൾ പിന്നാലെ പോകും. അത് അങ്ങോട്ട് പോയി സീൻ. നമുക്ക് ഇവിടെ ട്രാപ്പ് ഇവിടെ സെറ്റ് ചെയ്യാം. ഇവിടെ കുറച്ച് സീനാട്ടോ. അതുകൂടി അലോസോറസും
അങ്ങനെ കറങ്ങിത്തിട്ട് നടക്കണ്ട, അവന്മാരൊന്നും കണ്ണിപ്പെടാതെ വേണം ഈ പരിപാടി ചെയ്യാൻ. നമുക്ക് ഈ ഒരു ഏരിയയിൽ വെച്ച് സെറ്റാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ ഒന്നും കൂടി വെക്കണം. ഓക്കെ, ഇനി ഡോറ്, 2 ഡോറുണ്ട്. ഓക്കെ, അപ്പോൾ അതും സെറ്റ്. ഇനി നമ്മൾ അതിനെ അഗ്രസീവ് ആക്കിയിട്ട് ട്രാപ്പിൻ്റെ ഉള്ളിൽ കയറ്റാം. അതാണ് അടുത്ത പരിപാടി. അവൻ അങ്ങോട്ട് പോയി. ഇവിടെ കുറച്ച് അലോസോർസ് ഉണ്ട്, ഐറ്റങ്ങളെ കണ്ണിപ്പെടാതെ വേണം. ഐറ്റ ആ തലക്കിയാണ്, സീനൊന്നുമില്ല, അങ്ങോട്ട് വരുന്നില്ല. ഇതാണെങ്കിൽ ഇത് കൂടി എല്ലാത്തിനെയും കൊന്നു നടക്കുകയാണ്. എന്താ സാധനല്ലേ, നീല കളറ്. അതൊക്കെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോണ്, ഇങ്ങോട്ട് നടക്കൊരിപ്പേ. എൻ്റെ എടുത്തൊന്ന് ഊസിട്ടുള്ളൂ. ഇടത് ഇന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയില്ലല്ലോ. വരുന്നുണ്ട്. മാറാൻ മനസ്സേവാ. എന്താ ട്രാപ്പ് ഇങ്ങനെ ആ ഇതിൽ വെച്ചോടെ പോകുന്നുണ്ട്. അപ്പം ഞാൻ ട്രാപ്പിൻ്റെ ഉള്ളിൽ പോയി കൊടുക്കും. കയറി ട്രാപ്പി തെറ്റി വന്ന വരവ് തെറ്റി. ഇത് ഇതിൻ്റെ ഉള്ളിൽ കയറൂലേ, ഇതിൻ്റെ വലിയ ട്രാപ്പാണ്. ഇനി എന്നാ മൂഞ്ചി ഇങ്ങോട്ട് വേടാ മോനെ, ഞാൻ ഇവിടെ അല്ലേ. കടി കിട്ടിയാലും പ്രശ്നമൊന്നുമില്ല, ഇത് ട്രാപ്പിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി. ഇവിടെ എന്താ ട്രാപ്പിൽ കയറാത്? ഈ ട്രാപ്പിൻ്റെ ഉള്ളിൽ ഒന്നും ഇത് കയറൂലേ, വലിയ ട്രാപ്പാണ്. ഇത് കയറടാ. ഞാൻ ട്രാപ്പ് വെച്ചത് മാറിയോ ഗൈസ്? ട്രാപ്പ് നമ്മൾ വെച്ച ട്രാപ്പ് ഒന്ന് പാളിയെന്ന് തോന്നണേ. സീനില്ല, നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ നല്ല ട്രാപ്പ് വെക്കേണ്ടത് തോന്നുന്നുണ്ട്. വേറെ രീതിയിലാണ് ട്രാപ്പ് വെക്കേണ്ടതെന്നാണ് തോന്നണത്. ആ ചെരുവിലായതുകൊണ്ടേ. എനിക്ക് വേറെ എന്തെങ്കിലും ഒരു പ്ലാന് സെറ്റാക്കണമല്ലോ. ട്രാപ്പൊന്ന് മൂഞ്ചി. അല്ലെങ്കിൽ പിന്നെ വേറൊരു വഴിയുണ്ട്. ഇതിനെ വെള്ളച്ചാട്ടത്തിൽ നിന്ന് അടിയിലേക്ക് വരണം. അപ്പോൾ അത് അതിന് അടിയിലാവും. ഇങ്ങോട്ട് വേടാ. ഒരു ചാടങ്ങട്ടെ ആ പോകണം. ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് ടൈം ചെയ്യണം. ഇതിൻ്റെ മുന്നേ ഈ സ്നാപ്പിലൊന്ന് തീർക്കട്ടെ. അപ്പോൾ ഓന് അടിയിലാണ്. ഇനി നമുക്ക് സുഖമായിട്ട് ടൈം ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, പിന്നെ മറ്റേ പ്ലാൻ എന്തായാലും മൂഞ്ചത് കാരണം പുതിയ പ്ലാൻ. അവൻ അങ്ങോട്ടോ. അയ്യോ, ഇത് കൂടി കയറിയോ? A few moments later. അവനവിടെ സ്റ്റക്കായി. അവൻ നോക്കായി. അവനെ അവിടെ സ്റ്റക്കായി കല്ലുമേ. എന്നിട്ട് അമ്മോട്ടോൻ്റെ കളി. എൻ്റെ എന്താ പറയുക, അർജൻറ്റീൻസ് പറയാം. സാധനം നോക്കായി. ഇതിനെ കിട്ടൂലേ. ഇതിൻ്റെ മേത്ത് കയറടാ, നേരെ ചാട്. ഒരു വിധത്തിൽ നമ്മൾ ടെക്രക്സിനൊക്കെ നോക്കാക്കിയിട്ടു. എന്നിട്ട് കുറച്ച് പ്രൈമീറ്റ് കളക്ട് ചെയ്തിട്ട് ഇപ്പോൾ ടൈമാക്കി കൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയ കുറച്ച് സീനായിരുന്നു. കുറേ അലോസോറസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒരുവിധം എല്ലാത്തിനെയും കൊന്നു. അലോസോറസ് കുറച്ച് സീനാണ്. അവന്മാർക്ക് ബ്ലീഡിങ് എഫക്റ്റ് ഇതുണ്ട്, ബ്ലീഡിങ് പവർ. അവന്മാർ കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്ലീഡിങ് ആവും. ഞാൻ പകുതി HP ആയിരുന്നു എൻ്റെ അർജൻറ്റീവ്സ്. പിന്നെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഈ ഏരിയ കുറച്ച് സീനാണ്. ഞാനന്ന് അങ്ങോട്ട് പോയി വന്നിട്ട് പിന്നെ ഈ ഏരിയ കൂടി മൊത്തം അലോസോർസും റാപ്റ്റേഴ്സൊക്കെ ആയി. എന്നിട്ട് ഒക്കിന് ഞാൻ ആ തലക്കെ അങ്ങോട്ട് കൊണ്ടുപോയി ആക്കിക്കുന്നു. അപ്പോൾ ഇതാണ് ഗായ്സ് അത് ടെക്രക്സ്. അപ്പോൾ ഇതിൻ്റെ
കാണാൻ രസമുണ്ട്. വായേൻ്റെ ഉള്ളിലൊക്കെ ഒരു നീല കളറൊക്കെ ഉണ്ട്. മൊത്തത്തിലൊരു നീലയും പച്ചയും കളറൊക്കെയാണ് സംഭവം. പിന്നെ ഇത് ഫീമെയിലാണ്, കണ്ടില്ലേ, ഇത് ഫീമെയിലാണ്. നമ്മുടെ അടുത്തില്ല മറ്റേ റെക്സ് മെയിലാണ്. അപ്പം ഇതിനെയും വെച്ച് ബ്രീഡ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയില്ല കേട്ടോ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നല്ല രസമുണ്ട് ഇങ്ങനെ കാണാനൊക്കെ. മിലി കുറച്ച് കുറവാണ്. മറ്റേ റെക്സിനെ വെച്ച് നോക്കുമ്പോൾ മിലി ഡാമേജ് കുറച്ച് കുറവാണ്. സീനൊന്നുമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇതിനെ വെച്ച് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ നോക്കിയിട്ട് ബേസിൽ പോയിട്ട്. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ടെക് റെക്സിൻ്റെയൊക്കെ കുട്ടീനെ കിട്ടിയാലോ. ഇത് ഫീമെയിൽ തന്നെ. ഇതിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാം. ഇതേമാതിരിക്കത്തെ മെയിൽ ടെക് റെക്സ് വേണ്ടി വരുമോ, അതോ സാധാ റെക്സ് വെച്ച് ബ്രീഡ് ചെയ്യിപ്പിക്കാൻ പറ്റുമോ എന്നറിയില്ല. നമുക്ക് നോക്കി വെക്കാം. അങ്ങനെ പറ്റിയാൽ മതിയായിരുന്നു. എന്നാൽ പ്രശ്നമല്ല. ഇനിയൊരു ടെക് റെക്സിനൊക്കെ തപ്പി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടാണ്. ഇതിനിപ്പോൾ എങ്ങനെയോ കിട്ടിയതാണ്. ഞാൻ അങ്ങോട്ട് മറ്റേനെ തപ്പാൻ പോയ ടൈമിൽ കിട്ടിയതാണ്. നമ്മളെ ബ്രീഡിങ് പരിപാടി നടക്കുമോ നോക്കിയാട്ടെ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബിഹേവിയറിൽ തന്നെ ഉള്ളത് എനേബിൾ മീറ്റിംഗ്, റെഡി ടു മീറ്റാണ്. ഇതിൻ്റെ ബിഹേവിയർ മാറ്റട്ടെ. ബിഹേവിയർ എനേബിൾ മീറ്റിംഗ്. വല്ലതും നടക്കുന്നുണ്ടോ? വേറെ സംഭവം കൂടിയുണ്ട്. തൂതിറ്റുകളങ്ങടെ നടന്നു പോണേ. അവിടെ നിൽക്കട. അവിടെ ഇതിന് രണ്ടിനും പിടിച്ച് കൂട്ടിലിടണ്ടേ ഇനി. മെയ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ നടക്കണില്ല. അതിൻ്റെ ആ എനേബിൾ വാൻഡറിങ് ഒക്കെ ഓണാക്കിയിട്ടപ്പോൾ ഇത് കൂടി കടന്ന് നടക്കണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ